9/8/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ ബ്രഹ്മാവ് സദ്ഗുരുവിൻ്റെ ദർബാറാണ്. ഈ ഭൃഗുടിയിൽ സദ്ഗുരു വിരാജിക്കുന്നു. ആ ഒന്ന് കുട്ടികളായ നിങ്ങളുടെ സദ്ഗതി ചെയ്യുന്നു. ചോദ്യം: ബാബ തൻ്റെ കുട്ടികളെ ഏതൊരു അടിമത്വത്തിൽ നിന്നും മോചിപ്പിക്കാൻ വന്നിരിക്കുകയാണ്? ഉത്തരം: ഈ സമയത്ത് എല്ലാ കുട്ടികളും പ്രകൃതിയുടെയും മായയുടെയും അടിമ ആയിരിക്കുകയാണ്. ബാബ ഇപ്പോൾ ഈ അടിമത്വത്തിൽ നിന്നും മോചിപ്പിക്കുന്നു. ഇപ്പോൾ മായയും പ്രകൃതിയും രണ്ടും വിഷമിപ്പിക്കുന്നു. ചിലപ്പോൾ കൊടുങ്കാറ്റ്, ചിലപ്പോൾ ഫാമിൻ. മുഴുവൻ പ്രകൃതിയും നിങ്ങളുടെ അടിമയായിരിക്കും വിധത്തിൽ പിന്നെ നിങ്ങൾ അധികാരിയായി മാറുന്നു. മായയുടെ യുദ്ധം പോലും ഉണ്ടാകുന്നില്ല. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, സുപ്രീം പിതാവുമാണ്, സുപ്രീം ശിക്ഷകനുമാണ്. ആ ഒന്ന് വിശ്വത്തിൻ്റെ ആദിമധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കിച്ചു തരുന്നു. പിന്നെ സുപ്രീം ഗുരുവുമാണ്. അപ്പോൾ ഇതായി സദ്ഗുരുവിൻ്റെ ദർബാർ. ദർബാർ ഉണ്ടല്ലോ, ഗുരുവിൻ്റെ ദർബാറാണ്. അവരാണെങ്കിൽ കേവലം ഗുരുവാണ്, സദ്ഗുരുവല്ല. ശ്രീ ശ്രീ 108 എന്ന് വിളിക്കപ്പെടും. സദ്ഗുരു എന്ന് എഴുതിയിട്ടുണ്ടാകില്ല. അവർ കേവലം ഗുരു എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് സദ്ഗുരുവാണ്. ആദ്യം പിതാവ്, പിന്നെ ടീച്ചർ, പിന്നെ സദ്ഗുരു. സദ്ഗുരു തന്നെയാണ് സദ്ഗതി നൽകുന്നത്. സത്യത്രേതാ യുഗങ്ങളിൽ ഗുരു ഉണ്ടായിരിക്കുന്നില്ല. കാരണം എല്ലാവരും സദ്ഗതിയിലാണ്. ഒരു സദ്ഗുരുവിനെ ലഭിക്കുമ്പോൾ ബാക്കി എല്ലാ ഗുരുക്കന്മാരുടെയും പേര് സമാപ്തമാകുന്നു. സുപ്രീം എല്ലാ ഗുരുക്കന്മാരുടെയും ഗുരുവായി, പതിമാരുടെയും പതി എന്ന് പറയാറുള്ളത് പോലെ. ഏറ്റവും ഉയർന്നതായത് കാരണം ഇങ്ങനെ പറയുന്നു. നിങ്ങൾ സുപ്രീം പിതാവിൻ്റെ അടുക്കൽ ഇരിക്കുകയാണ്. എന്തിനു വേണ്ടി? പരിധിയില്ലാത്ത സമ്പത്ത് നേടുവാൻ. ഇതാണ് പരിധിയില്ലാത്ത സമ്പത്ത്. പിതാവുമാണ്, ശിക്ഷകനുമാണ്. ഈ സമ്പത്ത് പുതിയ ലോകമായ അമര ലോകത്തേക്ക് വേണ്ടിയാണ്, വൈസ്ലെസ് വേൾഡിനു വേണ്ടിയാണ്. വൈസ്ലെസ് വേൾഡ് എന്ന് പുതിയ ലോകത്തെയും വിഷ്യസ് വേൾഡ് എന്ന് പഴയ ലോകത്തെയും പറയുന്നു. സത്യയുഗത്തെ ശിവാലയം എന്ന് പറയുന്നു, കാരണം ശിവ് ബാബയാൽ സ്ഥാപിതമായതാണ്. വിഷ്യസ് വേൾഡ് രാവണന്റെ സ്ഥാപനയാണ്. ഇപ്പോൾ നിങ്ങൾ സദ്ഗുരുവിൻ്റെ ദർബാറിലിരിക്കുന്നു. ഇത് കേവലം കുട്ടികളായ നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. ബാബ തന്നെയാണ് ശാന്തിയുടെ സാഗരം. ആ ബാബ എപ്പോൾ വരുന്നോ അപ്പോഴാണ് ശാന്തിയുടെ സമ്പത്ത് നൽകുന്നത്, വഴി പറഞ്ഞു തരുന്നത്. പിന്നെ കാട്ടിൽ ശാന്തി എവിടെ നിന്നും ലഭിക്കും? അതിനാൽ മാലയുടെ ഉദാഹരണമുണ്ട്. ശാന്തി ആത്മാവിൻ്റെ കഴുത്തിലെ മാലയാണ്. പിന്നെ രാവണരാജ്യമാകുമ്പോൾ അശാന്തി ഉണ്ടാകുന്നു. മറ്റേതിനെ പറയുന്നത് സുഖധാമം, ശാന്തിധാമം എന്നാണ്. അവിടെ ദുഃഖത്തിൻ്റെ ഒരു കാര്യവുമില്ല. സദാ സദ്ഗുരുവിൻ്റെ മഹിമയും ചെയ്യുന്നു. ഗുരുവിൻ്റെ മഹിമ ഒരിക്കലും കേട്ടിട്ടുണ്ടാകില്ല. ജ്ഞാനത്തിൻ്റെ സാഗരം ആ ഒരേ ഒരു പിതാവാണ്. ഇങ്ങനെ എപ്പോഴെങ്കിലും ഗുരുവിൻ്റെ മഹിമ കേട്ടിട്ടുണ്ടോ? ഇല്ല. ആ ഗുരുക്കന്മാർക്ക് ജഗത്തിൻ്റെ പതീത പാവനൻ ആകാൻ സാധിക്കില്ല. അത് ഒരേ ഒരു നിരാകാരനായ പരിധിയില്ലാത്ത ഉയർന്ന പിതാവിനെയാണ് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ സംഗമയുഗത്തിൽ നിൽക്കുകയാണ്. ഒരു ഭാഗത്താണ് പതീത പഴയ ലോകം, മറുഭാഗത്താണ് പാവന പുതിയ ലോകം. പതീത ലോകത്തിൽ ഗുരുക്കന്മാർ അനേകമുണ്ട്. മുൻപ് നിങ്ങൾക്ക് ഈ സംഗമയുഗത്തെക്കുറിച്ച് അറിയാമായിരുന്നില്ല. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തന്നു. ഇതാണ് പുരുഷോത്തമ സംഗമയുഗം. ഇതിനുശേഷം വീണ്ടും സത്യയുഗം വരേണ്ടതുണ്ട്. ചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇത് ബുദ്ധിയിൽ ഓർമ്മയുണ്ടായിരിക്കേണ്ടതാണ്.
നമ്മൾ ഏവരും സഹോദരന്മാരാണ്. അപ്പോൾ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും സമ്പത്ത് തീർച്ചയായും ലഭിക്കുന്നു. ഇത് ആർക്കും അറിയില്ല. എത്ര വലിയ വലിയ പൊസിഷനുള്ള മനുഷ്യരായാലും ഒന്നും അറിയുന്നില്ല. ബാബു പറയുന്നു, ഞാൻ നിങ്ങൾ ഏവരുടെയും സദ്ഗതി ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ സെൻസിബിൾ ആയിരിക്കുകയാണ്. മുൻപ് യാതൊന്നും അറിയാമായിരുന്നില്ല. ഈ ദേവതമാരുടെ മുന്നിൽ പോയി നിങ്ങൾ പറയുമായിരുന്നു, നമ്മൾ സെൻസ്ലെസ് ആണ്, നമ്മളിൽ ഒരു ഗുണവുമില്ല, അങ്ങ് ദയ കാണിക്കൂ. ഇപ്പോൾ ഈ ദേവതമാരുടെ ചിത്രം എങ്ങനെയാണ് ദയ കാണിക്കുക? ഇത് അറിയുന്നില്ല. ദയാഹൃദയൻ ആരാണ്? ഓ ഗോഡ് ഫാദർ, ദയ കാണിക്കൂ എന്ന് പറയുകയും ചെയ്യുന്നു. ഏതെങ്കിലും ദുഃഖത്തിൻ്റെ കാര്യം വരികയാണെങ്കിൽ ബാബയെ തീർച്ചയായും ഓർമ്മിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയില്ല, ബാബ വിചിത്രമാണ്, ശരീരമില്ലാത്തവനാണ് എന്നർത്ഥം. ആ ഒന്ന് മുന്നിലിരിക്കുകയാണ്. അതിനാൽ നമസ്തേ പറയുന്നു. നിങ്ങളേവരും ചിത്രധാരിയാണ്. ഞാൻ വിചിത്രമാണ്. ഞാൻ ഒരിക്കലും ചിത്രം ധാരണ ചെയ്യുന്നില്ല. എൻ്റെ ചിത്രത്തിന് ഒരു നാമം പറയൂ. ശിവബാബ എന്ന് തന്നെയാണ് പറയുക. ഞാൻ ഇത് ലോൺ എടുത്തിരിക്കുകയാണ്. അതും പഴയതിലും പഴയ ചെരുപ്പാണ്. അതിൽ തന്നെയാണ് ഞാൻ വന്ന് പ്രവേശിക്കുന്നത്. ഈ ശരീരത്തിന് എന്ത് മഹിമയാണ് ചെയ്യുക? ഇത് പഴയ ശരീരമാണ്. അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മഹിമ ചെയ്യുമോ? ഇല്ല. ഇത് മനസ്സിലാക്കിച്ചു തരുന്നു. ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ വീണ്ടും എന്നിലൂടെ വെളുപ്പായി മാറും. ഇപ്പോൾ ബാബ പറയുന്നു, ഞാൻ എന്ത് കേൾപ്പിക്കുന്നുവോ അതിനെ ജഡ്ജ് ചെയ്യൂ. അഥവാ ഞാൻ റൈറ്റാണ് എങ്കിൽ റൈറ്റിനെ ഓർമ്മിക്കൂ. ആ ഒന്നിൻ്റേത് തന്നെ കേൾക്കൂ. അൺറൈറ്റിയസ് ആയത് കേൾക്കാനേ പാടില്ല. അതിനെ ഈവിൾ എന്ന് പറയുന്നു. ടോക്ക് നോ ഈവിൾ, സീ നോ ഈവിൾ. ഈ കണ്ണുകളിലൂടെ എന്തെല്ലാം കാണുന്നുവോ ഇതിനെ മറന്നേക്കൂ. ഇപ്പോൾ തൻ്റെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. വീണ്ടും തിരികെ തൻ്റെ സുഖധാമത്തിൽ വരും. ബാക്കി ഇവരെല്ലാം മരിച്ചു കിടക്കുന്നത് പോലെയാണ്, ടെമ്പററിയാണ്. ഈ പഴയ ശരീരം ഉണ്ടായിരിക്കില്ല. ഈ ലോകം ഉണ്ടായിരിക്കുകയില്ല. നമ്മൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയ ലോകത്തിലേക്ക് വേണ്ടി. പിന്നെ വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും റിപ്പീറ്റ് ആകുന്നു. നിങ്ങൾ തൻ്റെ രാജ്യഭാഗ്യം നേടിക്കൊണ്ടിരിക്കുന്നു. കൽപ്പകൽപ്പങ്ങളിൽ ബാബ രാജ്യഭാഗ്യം നൽകുന്നതിനായി വരുന്നു എന്ന് അറിയുന്നുണ്ട്. നിങ്ങളും പറയുന്നു, ബാബ കഴിഞ്ഞ കൽപ്പത്തിലും കണ്ടുമുട്ടിയിരുന്നു, സമ്പത്ത് നൽകിയിരുന്നു, നരനിൽ നിന്നും നാരായണനായിരുന്നു. പിന്നെ എല്ലാവർക്കും ഒരേപോലെ പദവി നേടുവാൻ സാധിക്കില്ല. നമ്പർ വൈസാണ്. ഇത് സ്പിരിച്വൽ യൂണിവേഴ്സിറ്റിയാണ്. പഠിപ്പിക്കുന്നവൻ സ്പിരിച്വൽ ഫാദറാണ്. കുട്ടികളും പഠിപ്പിക്കുന്നു. ആരെങ്കിലും പ്രിൻസിപ്പലിൻ്റെ കുട്ടിയാണെങ്കിൽ അതും സർവീസിൽ ഏർപ്പെടുന്നു. സ്ത്രീയും, അതായത് പത്നിയും പഠിപ്പിക്കാൻ തുടങ്ങുന്നു. കുട്ടിയും നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ പഠിപ്പിക്കാൻ സാധിക്കും. എന്നാൽ അവർ മറ്റൊരു വീട്ടിലേക്കാണ് പോകുന്നത്. ഇവിടെയാണെങ്കിൽ പെൺകുട്ടികൾ തൊഴിൽ ചെയ്യണം എന്ന നിയമമൊന്നുമില്ല. പുതിയ ലോകത്തിൽ പദവി നേടുന്നതിൻ്റെ മുഴുവൻ ആധാരവും ഈ പഠനത്തിന്മേലാണ്. ഈ കാര്യങ്ങൾ ലോകം അറിയുന്നില്ല. ഭഗവാനുവാച എഴുതപ്പെട്ടിട്ടുണ്ട്, ഹേ കുട്ടികളെ, ഞാൻ നിങ്ങളെ രാജാക്കന്മാരുടെയും രാജാവാക്കുന്നു. ദേവതമാരുടെ ചിത്രം ഉണ്ടാക്കുന്നത് പോലെ മോഡൽ ആക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ പഠിച്ച് ആ പദവി നേടുന്നു. അവരാണെങ്കിൽ മണ്ണുകൊണ്ട് ചിത്രമുണ്ടാക്കുന്നു പൂജിക്കുന്നതിന് വേണ്ടി. ഇവിടെയാണെങ്കിൽ ആത്മാവ് പഠിക്കുന്നു. പിന്നെ നിങ്ങൾ സംസ്കാരം എടുത്തുകൊണ്ട് പോകും. പോയി പുതിയ ലോകത്തിൽ ശരീരമെടുക്കും. ലോകം അവസാനിക്കുന്നില്ല. കേവലം ഏജ് അഥവാ യുഗം മാറുന്നു. ഗോൾഡൻ ഏജ്, സിൽവർ ഏജ്, കോപ്പർ ഏജ്, അയൺ ഏജ്. 16 കലയിൽ നിന്നും 14 കലയാകുന്നു. ലോകം അതുതന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. പുതിയതിൽ നിന്നും പഴയതാകുന്നു. ബാബ നിങ്ങളെ ഈ പഠനത്തിലൂടെ രാജാക്കന്മാരുടെയും രാജാവാക്കുന്നു. ഇങ്ങനെ പഠിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ശക്തി ആരിലുമില്ല. എത്ര നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തരുന്നു.
പിന്നെ പഠിച്ച് പഠിച്ച് മായ അതിൻ്റേതാക്കി മാറ്റുന്നു. എന്നിരുന്നാലും ആര് എത്രത്തോളം പഠിച്ചുവോ അതനുസരിച്ച് അവർ സ്വർഗത്തിൽ തീർച്ചയായും വരും. സമ്പാദ്യം പോവുകയില്ല. അവിനാശി ജ്ഞാനത്തിൻ്റെ വിനാശം ഒരിക്കലും ഉണ്ടാവുക സാധ്യമല്ല. ഭാവിയിൽ വരും. എവിടെ പോകുവാനാണ്? ഒരേ ഒരു കടയാണല്ലോ ഉള്ളത്, വന്നുകൊണ്ടേയിരിക്കും. ശ്മശാനത്തിൽ മനുഷ്യർ പോകുമ്പോൾ വലിയ വൈരാഗ്യം വരുന്നു. ഇത്രയേ ഉള്ളൂ, ഈ ശരീരം ഇങ്ങനെ ഉപേക്ഷിക്കേണ്ട ഒന്നാണ്. പിന്നെ നമ്മൾ പാപം എന്തിനു ചെയ്യണം? പാപം ചെയ്ത് ചെയ്ത് നമ്മൾ ഇങ്ങനെ മരിച്ചു പോകും. ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നു. അതിനെ പറയുന്നത് ശ്മശാന വൈരാഗ്യം എന്നാണ്. തീർച്ചയായും പോയി മറ്റൊരു ശരീരം എടുക്കും എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. പക്ഷേ ജ്ഞാനമില്ലല്ലോ. ഇവിടെയാണെങ്കിൽ കുട്ടികളായ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഈ സമയത്ത് നിങ്ങൾ വിശേഷിച്ച് മരിക്കുന്നതിനു വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ നിങ്ങൾ ടെമ്പററി ആണ്. പഴയ ശരീരം ഉപേക്ഷിച്ച് പിന്നെ പുതിയ ലോകത്തിലേക്ക് പോകും. ബാബ പറയുന്നു, കുട്ടികളെ, എത്രത്തോളം നിങ്ങൾ എന്നെ ഓർമ്മിക്കുമോ അത്രയും പാപം ഇല്ലാതാകും. സഹജത്തിലും സഹജവുമാണ്, ഡിഫിക്കൽട്ടുമാണ്. കുട്ടികൾ എപ്പോഴാണോ പുരുഷാർത്ഥം ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് മായയുടെ വലിയ യുദ്ധമുണ്ട്. ബാബ പറയുന്നു, സഹജമാണ്, പക്ഷേ മായ വിളക്ക് തന്നെ അണച്ചു കളയുന്നു. ഗുലബ്കാവലിയുടെ കഥയുമുണ്ടല്ലോ. മായയാകുന്ന പൂച്ച വിളക്ക് അണയ്ക്കുന്നു. ഇവിടെ എല്ലാവരും മായയുടെ അടിമയാണ്. പിന്നെ നിങ്ങൾ മായയെ അടിമയാക്കുന്നു. മുഴുവൻ പ്രകൃതിയും നിങ്ങളുടെ നിയന്ത്രണത്തിൽ വയ്ക്കുന്നു. ഒരു കൊടുങ്കാറ്റുമില്ല, ഫാമിനും ഇല്ല. പ്രകൃതിയെ അടിമയാക്കുന്നു. അവിടെ ഒരിക്കലും മായയുടെ യുദ്ധമുണ്ടാകില്ല. ഇപ്പോഴാണെങ്കിൽ എത്ര വിഷമിപ്പിക്കുന്നു. ഞാൻ നിന്റെ അടിമയാണ് എന്ന് പാടപ്പെടുന്നുണ്ടല്ലോ. അത് പിന്നെ പറയുന്നു, നീ എൻ്റെ അടിമയാണ്. ബാബു പറയുന്നു, ഇപ്പോൾ ഞാൻ നിങ്ങളെ അടിമത്വത്തിൽ നിന്നും മോചിപ്പിക്കാൻ വന്നിരിക്കുന്നു. നിങ്ങൾ അധികാരിയായി മാറും, അത് അടിമയായി മാറും. അല്പം പോലും അസ്വസ്ഥത ഉണ്ടായിരിക്കില്ല. ഇതും ഡ്രാമയിൽ അടങ്ങിയതാണ്. നിങ്ങൾ പറയുന്നു, ബാബ, മായ വളരെയധികം വിഷമിപ്പിക്കുന്നു. അതെന്തുകൊണ്ട് ചെയ്യില്ല? ഇതിനെ പറയുന്നത് തന്നെ യുദ്ധത്തിൻ്റെ മൈതാനം എന്നാണ്. മായയെ അടിമയാക്കുന്നതിനു വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നു. പക്ഷേ മായ എതിർക്കുന്നു. എത്ര ശല്യം ചെയ്യുന്നു, എത്ര പേരെ തോൽപ്പിക്കുന്നു. ചിലരെ പൂർണ്ണമായും ഭക്ഷിക്കുന്നു, വിഴുങ്ങുന്നു. സ്വർഗത്തിൻ്റെ അധികാരിയാകുന്നു, പക്ഷേ മായ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. മായയുടെ വയറ്റിനുള്ളിൽ കിടക്കുന്നത് പോലെയാണ്. വാല് മാത്രം പുറത്തുണ്ട്, ബാക്കി മുഴുവനും അതിൻ്റെ മായയുടെ ഉള്ളിലാണ്. അതിനെ ചതുപ്പ് എന്നും പറയുന്നു. എത്ര കുട്ടികൾ ചതുപ്പിൽ കിടക്കുകയാണ്, അല്പം പോലും ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല. ആമയുടെയും ഭ്രമരത്തിൻ്റെയും ഉദാഹരണമുണ്ട്. അതേപോലെ നിങ്ങളും കീടങ്ങളെ ഊതി ഊതി എന്തിൽ നിന്നും എന്താക്കാൻ സാധിക്കും? പൂർണ്ണമായും സ്വർഗത്തിലെ മാലാഖമാർ. സന്യാസിമാർ ഭ്രമരത്തിൻ്റെ ഉദാഹരണം നൽകുന്നു. എന്നാൽ അവർ ആരെയും ഊതി ഊതി മാറ്റുന്നില്ല. മാറ്റം ഉണ്ടാകുന്നത് സംഗമത്തിലാണ്. ഇപ്പോൾ ഇത് സംഗമയുഗമാണ്. നിങ്ങൾ ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണൻ ആയിരിക്കുന്നു. അപ്പോൾ ആരാണോ വികാരി മനുഷ്യർ, അവരെ നിങ്ങൾ കൊണ്ടുവരുന്നു. കീടങ്ങളിലും ചിലത് ഭ്രമരമായി മാറുന്നു, ചിലത് ജീർണിച്ചു പോകുന്നു, ചിലത് പിന്നെ അപൂർണമായി തുടരുന്നു. ബാബ ഇത് വളരെയധികം കണ്ടിട്ടുണ്ട്. ഇവിടെയും ചിലർ നന്നായി പഠിക്കുന്നു, ജ്ഞാനത്തിൻ്റെ ചിറക് പിടിപ്പിക്കുന്നു. ചിലരെ പകുതി വഴിയിൽ തന്നെ മായ പിടികൂടുന്നു. അപ്പോൾ അപക്വമായി തന്നെ അവശേഷിക്കുന്നു. ഈ ഉദാഹരണങ്ങളും ഇപ്പോഴത്തേതാണ്. ഭ്രമരം കീടത്തെ കൊണ്ടുവന്ന് തനിക്ക് സമാനമാക്കുക എന്നത് വണ്ടറാണല്ലോ. ഈ ഒന്ന് മാത്രമാണ് അതിന് സമാനം ആക്കുന്നത്. രണ്ടാമതായി സർപ്പത്തിൻ്റെ ഉദാഹരണം നൽകുന്നു. സത്യയുഗത്തിൽ ഒരു പടം പൊഴിച്ച് മറ്റൊന്നെടുക്കുന്നു.
ഉടൻ സാക്ഷാത്കാരമുണ്ടാകുന്നു. ഇപ്പോൾ ശരീരം ഉപേക്ഷിക്കാൻ പോവുകയാണ്. ആത്മാവ് പുറത്തുപോയി മറ്റൊരു ഗർഭ കൊട്ടാരത്തിൽ ഇരിക്കുന്നു. ഈ ഒരു ഉദാഹരണവും നൽകുന്നു. ഗർഭ കൊട്ടാരത്തിൽ ഇരിക്കുകയായിരുന്നു. അതിൽ നിന്നും പുറത്തു വരാനുള്ള ആഗ്രഹം ഉണ്ടാകുമായിരുന്നില്ല. എന്നിരുന്നാലും തീർച്ചയായും പുറത്തു വരിക തന്നെ വേണം. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾ സംഗമയുഗത്തിലാണ്. ജ്ഞാനത്തിലൂടെ ഇങ്ങനെ പുരുഷോത്തമമാകുന്നു. ഭക്തിയാണെങ്കിൽ ജന്മജന്മാന്തരങ്ങളായി ചെയ്തു. ആരാണോ കൂടുതൽ ഭക്തി ചെയ്തത് അവർ തന്നെ വന്ന് നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് പദവി നേടും. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ ജ്ഞാനവുമുണ്ട്. പിന്നെ ശാസ്ത്രങ്ങളുടെ ജ്ഞാനം ജ്ഞാനമൊന്നുമല്ല, അത് ഭക്തിയാണ്. അതിലൂടെ ആർക്കും സദ്ഗതിയൊന്നും ഉണ്ടാകുന്നില്ല. സദ്ഗതി എന്നാൽ വീട്ടിലേക്ക് തിരികെ പോവുക. വീട്ടിലേക്ക് ആരും തന്നെ പോകുന്നില്ല. ബാബ സ്വയം പറയുന്നു, ജ്ഞാനമായി ആരും കണ്ടുമുട്ടുന്നില്ല. പഠിപ്പിക്കുന്നവനും കൂടെ കൊണ്ടുപോകുന്നവനും വേണമല്ലോ. ബാബയ്ക്ക് എത്ര ചിന്തയാണുള്ളത്. 5000 വർഷത്തിൽ ബാബ ഒരേ ഒരു തവണ വന്ന് പഠിപ്പിക്കുന്നു. നിങ്ങൾ ഞാൻ ആത്മാവാണ് എന്നത് അടിക്കടി മറന്നു പോകുന്നു. ഇത് പൂർണ്ണമായും ഉറപ്പിക്കൂ. നമ്മൾ ആത്മാക്കളെ ബാബ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഇതിന് പറയുന്നത് സ്പിരിച്വൽ നോളജ് എന്നാണ്. സുപ്രീം ആത്മാവ് ആത്മാക്കളായി നമുക്ക് നോളജ് നൽകുന്നു. സംസ്കാരവും ആത്മാവിലാണുള്ളത്. ശരീരം ഇല്ലാതായി പോകുന്നു. ആത്മാവ് അവിനാശിയാണ്. ഈ ബ്രഹ്മാവിൻ്റെ ഭൃഗുടി സദ്ഗുരുവിൻ്റെ ദർബാറാണ്. ഇത് ഈ ആത്മാവിൻ്റെയും ദർബാറാണ്. പിന്നെ സദ്ഗുരുവും വന്ന് ഇതിൽ പ്രവേശിക്കുന്നു. ഇതിനെ രഥം എന്നും പറയുന്നു, ദർബാർ എന്നും പറയുന്നു. കുട്ടികളായ നിങ്ങൾ ശ്രീമത്തനുസരിച്ച് സ്വർഗത്തിൻ്റെ ഗേറ്റ് തുറന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര നല്ല രീതിയിൽ പഠിക്കുമോ അത്രയും സത്യയുഗത്തിൽ ഉയർന്ന പദവി നേടും. അപ്പോൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. ടീച്ചറിൻ്റെ കുട്ടികളാണെങ്കിൽ വളരെ സമർത്ഥരായിരിക്കും. വീട്ടിലുള്ള ഗംഗയ്ക്ക് മതിപ്പില്ല എന്ന് പറയാറുണ്ടല്ലോ. ബാബ കണ്ടിട്ടുണ്ട്. മുഴുവൻ പട്ടണത്തിലെയും ചപ്പുചവറ് ഗംഗയിൽ പതിക്കുന്നു. പിന്നെ അതിനെ പതീത പാവനി എന്ന് പറയുമോ? നോക്കൂ, മനുഷ്യരുടെ ബുദ്ധി എങ്ങനെയായി പോയിരിക്കുകയാണ്. ദേവിമാരെ അലങ്കരിച്ച് പൂജയും മറ്റും ചെയ്ത് പിന്നെ മുക്കി താഴ്ത്തുന്നു. ചിലരാണെങ്കിൽ അതിൽ പാദം വെച്ചും മുക്കുന്നു. ബംഗാളിൽ മുൻപ് ഒരാചാരമുണ്ടായിരുന്നു. ആരുടെയെങ്കിലും പ്രാണൻ വെടിയാറാകുമ്പോൾ അവരെ ഉടൻ ഗംഗയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. അവിടെ ജലത്തിൽ വച്ച് ഹരി എന്നു ചൊല്ലൂ എന്ന് പറഞ്ഞ് വായിൽ ജലം ഒഴിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. ഇങ്ങനെയാണ് പ്രാണൻ വെടിഞ്ഞിരുന്നത്. വണ്ടറാണല്ലോ. ഇപ്പോൾ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ കയറ്റത്തിൻ്റെയും ഇറക്കത്തിൻ്റെയും പൂർണ്ണ ജ്ഞാനമുണ്ട്. നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ച്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബ എന്ത് കേൾപ്പിക്കുന്നുവോ അത് തന്നെ കേൾക്കണം. റൈറ്റ് എന്താണ് എന്ന് ജഡ്ജ് ചെയ്യുകയും വേണം. റൈറ്റിനെ തന്നെ ഓർമ്മിക്കണം. അൺറൈറ്റീസ് ആയ കാര്യങ്ങൾ കേൾക്കരുത്, പറയരുത്, കാണരുത്. പഠനം നല്ല രീതിയിൽ പഠിച്ച് സ്വയം തന്നെ രാജാക്കന്മാരുടെയും രാജാവാക്കണം. ഈ പഴയ ശരീരത്തിലും പഴയ ലോകത്തിലും സ്വയം ടെമ്പററിയാണ് എന്ന് മനസ്സിലാക്കണം. വരദാനം: ഏകാഗ്രതയുടെ ശക്തിയിലൂടെ പരവശസ്ഥിതിയെ പരിവർത്തനപ്പെടുത്തുന്ന അധികാരി ആത്മാവായി ഭവിക്കട്ടെ. ബ്രാഹ്മണൻ, അതായത് അധികാരിയായ ആത്മാവ്, ഒരിക്കലും ആർക്കും പരവശമാവുക സാധ്യമല്ല. തൻ്റെ ദുർബല സ്വഭാവ സംസ്കാരത്തിന് പോലും വശംവദരല്ല. കാരണം സ്വഭാവം എന്നാൽ സ്വയം പ്രതിയും സർവരെ പ്രതിയും ആത്മീയ ഭാവം. ദുർബല സ്വഭാവത്തിന് വശപ്പെടുക സാധ്യമല്ല. അനാദി ആദി സംസ്കാരങ്ങളുടെ സ്മൃതിയിലൂടെ ദുർബല സംസ്കാരവും സഹജമായി പരിവർത്തനപ്പെടുന്നു. ഏകാഗ്രതയുടെ ശക്തി
പരവശസ്ഥിതിയെ പരിവർത്തനപ്പെടുത്തുന്നു. അധികാരത്തിൻ്റെ സ്ഥിതിയുടെ സീറ്റിൽ സെറ്റാക്കുന്നു. സ്ലോഗൻ: ക്രോധം ജ്ഞാനി ആത്മാവിൻ്റെ മഹാശത്രുവാണ്. മനസ്സിലെ സങ്കല്പങ്ങളെ ഞാൻ നിരീക്ഷിക്കുന്നു. എൻ്റെ സങ്കല്പങ്ങളെ നിരീക്ഷിക്കുമ്പോൾ സങ്കല്പങ്ങളുടെ വേഗത സാവധാനത്തിൽ ആകുന്നു. സദ്വിവേകത്തെ ഉണർത്തി സൂക്ഷ്മമായ മനോവിഷമങ്ങൾക്കും പിരിമുറുക്കങ്ങൾക്കും വിട നൽകി അവയിൽ നിന്നും എൻ്റെ മനസ്സിനെ ഞാൻ സ്വതന്ത്രമാക്കുന്നു. വിപരീത സാഹചര്യങ്ങളെയും വിഘ്നങ്ങളെയും അതിജീവിക്കുവാനുള്ള ശക്തി എന്നിലുണ്ട്. ഞാൻ എല്ലാ വ്യർത്ഥ വികൽപ്പങ്ങൾക്കും വിരാമമിട്ട് എൻ്റെ നിജസ്വരൂപത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഒരു അലൗകിക പ്രകാശബിന്ദുവായി അമരമായ ആത്മാവാണ് ഞാൻ. ഈ ആത്മസ്മൃതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയാകുന്ന എൻ്റെ നൈസർഗിക ഗുണം ഞാൻ അനുഭവിക്കുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെ പ്രകാശവീചികൾ നാനാ ദിശകളിലേക്കും വ്യാപിക്കുന്നു. ഈ സ്ഥിതിയിലിരുന്ന് ദേഹത്തിൽ നിന്നും ദേഹത്തിൻ്റെ ലോകത്തിൽ നിന്നും ബുദ്ധിയുടെ ബന്ധം വേർപെടുത്തി പരമധാമം ആകുന്ന ആത്മഗ്രഹത്തിലേക്ക് സങ്കല്പത്തിലൂടെ യാത്ര ചെയ്യുന്നു. സർവത്ര ശാന്തതയും സ്വീറ്റ് സൈലൻസും നിറഞ്ഞ ഈ ലോകത്തിൽ ഞാൻ സ്വതന്ത്രമാണ്. ഭാരരഹിതമാണ്. ശാന്ത സ്വരൂപമാണ്. നിശബ്ദതയുടെ ഈ ധാമത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയുടെ സ്പന്ദനങ്ങൾ എനിക്ക് അനുഭവപ്പെടുന്നു. ആ ദിവ്യമായ ശാന്തിയുടെ സ്രോതസ്സായ ശിവപരമാത്മാവിൻ്റെ സമീപം സ്ഥിതി ചെയ്യുന്നു.
ശാന്തി സാഗരനും സർവശക്തിവാനും ജ്ഞാനസൂര്യനുമായ പരമാത്മാവിൻ്റെ ഈ ശ്രേഷ്ഠ സംഘത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയുടെയും ശക്തിയുടെയും ആത്മീയ ഊർജം എന്നിൽ നിറയുന്നു. പരമാത്മാവിൽ നിന്നും പ്രസരിക്കുന്ന ശക്തിശാലി സ്പന്ദനങ്ങൾ മനസ്സിനെയും ബുദ്ധിയെയും പ്രകാശമാനമാക്കുന്നു. അഗ്നിക്ക് പരിവർത്തന ശക്തി ഉണ്ടായിരിക്കുന്നതുപോലെ ഈ പരമാത്മാ പ്രകാശം എന്നിലെ പരിമിതമായ വ്യക്തിത്വ ഭാവങ്ങളെ സമാപ്തമാക്കി അപരിമിതമായ അലൗകിക വ്യക്തിത്വം എമർജ് ആക്കുന്നു. ശാന്തിയുടെയും ശക്തിയുടെയും അലൗകിക ഈശ്വരീയ അനുഭവങ്ങളാൽ സമ്പന്നമായി ഞാൻ സ്മൃതിയുടെ ശക്തിയിലൂടെ സാകാര ദേഹത്തിലേക്ക് മടങ്ങി വരുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെയും ശക്തിയുടെയും ശ്രേഷ്ഠ തരംഗങ്ങൾ നാനാ ദിശകളിലേക്കും വ്യാപിക്കുന്നു. ഈ തരംഗങ്ങൾ അന്തരീക്ഷത്തെ, വായുമണ്ഡലത്തെ ശക്തിശാലിയും ശാന്തവുമാക്കി മാറ്റുന്നു.